ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് കിരീടം ചെങ്കോലും സേതുമാധവൻ. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ പറ്റി എന്താ തോന്നിയിരിക്കുന്നത്? ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ പാവമായ മനുഷ്യനാണ്. പക്ഷെ അങ്ങനെ പാവമായി കഴിഞ്ഞാൽ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന മെസ്സേജാണ് ആ സിനിമ കൊടുക്കുന്നത്. ആ കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവനയിൽ ലോഹിതദാസ് ഉണ്ടാക്കിയതല്ല, ഈ ചാലക്കുടിയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഹ്യൂമൻ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഒരു സാധാരണക്കാരനായിട്ട് ഫുള്ളി സാധാരണക്കാരൻ്റെ കഥാപാത്രമാണ്. ഇപ്പോൾ ഒരുപാട് അമാനുഷിക കഥാപാത്രമുണ്ട്, അങ്ങനെയൊന്നുമില്ല. നായകൻ തോറ്റു കൊടുക്കുന്ന ഒരു ഫിലിമാണ്. നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. ലോഹിതദാസിനാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. എന്തായാലും എനിക്ക് മലയാളികൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടൊരു മൂവി തന്നെയാണ്. അപ്പോ ഈ സിനിമയുടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോ ഈ പാവം എന്ന് പറയുന്ന സേതുമാധവന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വേറൊരു ക്യാരക്ടറിലോട്ടോ സിറ്റുവേഷനിലോട്ടോ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ തള്ളി വിടുവാണ്. അപ്പൊ ഒരു സഡൻ അത്രയും നേരം പാവം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒരു ക്യാരക്ടർ ചേഞ്ച് വരുവാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ആരുടെ തോന്നുന്നുണ്ട്? അതെ, തമിഴിൽ ചൊല്ലുണ്ട് സാധു വിരണ്ടാൾ പറഞ്ഞു. വളരെ പാവമായ ഒരാൾ, അങ്ങനെ പാവമായ ആൾക്കാർ ഒരുപാട് പേര് കളിയാക്കുകയും മറ്റേ ചെയ്യും. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും അയാളുടെയും കൺട്രോൾ കിട്ടും. അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ അത് പറയേണ്ടത് സ്വന്തം അച്ഛനെ തല്ലിനെ കാണുമ്പോഴാണ് ആ മകൻ ഇറങ്ങുന്നത്. അതിൽ വളരെ ബന്ധങ്ങളാണ് കാണിക്കുന്നത്. അതിൽ ചില ഡയലോഗുകളുണ്ട്. ഒരു ശ്രീനാഥോട് പറയുന്ന ഡയലോഗുണ്ട്, ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ അച്ഛനോട് പറയണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അച്ഛനെയാണ്. ഇങ്ങനെയല്ല ഒരുപാട് നല്ലൊരു ചെങ്കോട് വെച്ച് കുറച്ച് എക്സ്ട്രീമാണ്, അത് വേറെ ലെവലിലേക്ക് പോവുകയാണ്. കിരീടം ഇന്നും കണ്ടുകൊണ്ടിരിക്കുക. കിരീടത്തിൽ ഒരുപാട് നഷ്ടങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ മറ്റേ നായികയെ പാർവതി നഷ്ടപ്പെടുക. മോഹൻലാൽ പാർവതി നല്ലൊരു കോമ്പിനേഷനായി അന്നത്തെ ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ട്. എനിവേ വളരെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. ഇപ്പോൾ അങ്ങനത്തെ മൂവീസ് ഉണ്ടാവുന്നില്ല. കാരണം ലോഹിതദാസിന് ഒരുപാട് ജീവിതാനുഭവം ഉണ്ട്. ലോഹിതദാസിൻ്റെ മിക്ക പടങ്ങളും ഒരു ട്രാജഡിയിലാണ് അവസാനിക്കുന്നത്. ആ 80s 90s മിക്ക മൂവീസും ട്രാജഡിയാണ്. ഇന്നത്തെ മൂവീസ് എല്ലാം ഹാപ്പി ആയിട്ടാണ് അവസാനിക്കുന്നത്. അത് ഈ പഴയ 80s 90s മൂവീസ് ഇങ്ങനെ ട്രാജഡി കാണിക്കും. ഇപ്പോൾ ചിത്രത്തിലുള്ള പ്രിയദർശൻ ഇത് കാണിക്കും, ട്രാജഡി കാണിക്കുന്ന ആൾക്കാർ ആ പടം ഓർത്തു വെക്കാൻ വേണ്ടിയാണ് ഈ ബന്ധനത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പറഞ്ഞാൽ എല്ലാ മൂവീസും ഹാപ്പി ആയിട്ടാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാവും അതിനധികം ലൈഫിലാത്ത. എന്തായാലും ലോഹിതദാസ്, സിബി മലയിൽ, മോഹൻലാൽ നല്ല കോമ്പിനേഷനാണ്. സിബി മലയിൽ ലോഹിതദാസ് പോയതോടെ പിന്നെ നല്ല മൂവീസ് വന്നിട്ടില്ല. ഇതിൽ സിബി മല ഈ സ്ക്രിപ്റ്റും കൊണ്ട് മോഹൻലാലിൻ്റെ അടുത്ത് സിബി മല വന്നപ്പോൾ മോഹൻലാൽ ഒരുപാട് അവോയ്ഡ് ചെയ്തതാണ്. കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാലിന് 100ൽ 2 മാർക്ക് കൊടുത്താലാണ് സിബി മലയിൽ. ആ ഒരു വിഷമം മോഹൻലാലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരുപാട് നടത്തിപ്പിച്ച് അവസാനമാണ് ചാൻസ് കൊടുത്തത്. പക്ഷേ അത് ഫുൾ സ്ക്രിപ്റ്റ് ബൈൻഡ് സ്ക്രിപ്റ്റായിരുന്നു. പിന്നെ അതിൽ വേറെ കോൺട്രവേഴ്സിയലുണ്ട്. പ്രൊഡ്യൂസർ കിരീട ഉണ്ണിയും ദിനേശ് പണിക്ക് നമ്മൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല മോഹൻലാലിൽ ചില അംശങ്ങളിലുണ്ട്. പക്ഷേ ഫുൾ മോഹൻലാൽ ഇങ്ങനെയല്ല, അത്രയും ഭാവമല്ല. അതിന് ഒരു നാഷണൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. ആ സമയത്ത് നാഷണൽ അവാർഡ് മമ്മൂട്ടിയുടെ 3 മൂവീസ് ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ 3 മൂവീസും മമ്മൂട്ടിയുടെ ഒരു മൂവി. അവിടെയും ചെറിയ കളി കറന്നുണ്ട്. കെ.ജി. ജോർജ് ഡയറക്ടർ ഉണ്ടായിരുന്നു, മമ്മൂട്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെ.ജി. ജോർജ് ബംഗാളിലുള്ള കുറേ ബുദ്ധിജീവികൾക്ക് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്ത് ആണ് മമ്മൂട്ടിക്ക് പരത്ത് കിട്ടിയെന്ന് പറയുന്നത്. മോഹൻലാലിന് കിട്ടേണ്ട അവാർഡായിരുന്നു. മോഹൻലാലിന് കിട്ടിയ സ്പെഷ്യൽ ജൂറി. അത് ശ്രീകുമാർ നമ്പി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഈ പടത്തെ വെച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഫിലോസഫർ പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട് ചില ആർട്ട് ഫോംസ് നെഗറ്റീവാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി സിനിമയിലുണ്ട്. കാരണം ആ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു നെഗറ്റീവ് ഫേസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ മനുഷ്യത്വപരമായ ബന്ധങ്ങൾ കാണിക്കത്തില്ല, എസ്പെഷ്യലി ഒരു ഫാദർ സൺ. അതായത് നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. എനിക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അവസാനം സ്റ്റണ്ടെല്ലാം കൊറിയോഗ്രാഫി ചെയ്ത മോഹൻലാൽ തന്നെയാണ്. കിരീടം കിരിക്കാടൻ ജോസൺ ആളല്ല ശരിക്കും പുള്ളിന്ന് ഹിറ്റ് ചെയ്യണ്ടായിരുന്നു. പക്ഷേ ഈ ഇത്രയും ഷെഡിമൽ റോൾസ് ചെയ്യുമ്പോൾ എല്ലാം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇത്ര ഷെഡിമൽ സീനാണെങ്കിലും ആ ഷെഡിമൽ സീൻ തുടങ്ങുന്ന വരെ പുള്ളി ഒരു തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് സിനിമൽ സീൻ ചെയ്യും, അത് കഴിഞ്ഞ ഉടനെ സ്വിച്ച് പോലെയാണ്, പിന്നെ തിരിച്ച് തമാശയിലേക്ക് വരും. ഒരു ഹാങ് ഓവർ ഇല്ലാത്ത നടനാണ്. അത് സിബിമൽ വേണ്ട, മമ്മൂട്ടിക്കോ വേറെ ആർക്കും പറ്റില്ല. അതെങ്ങനെയാണ് പലർക്കും ഇപ്പോൾ ആഷിഫ് അലി പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അത് ഹാങ് ഓവർ ഇല്ലാത്ത നടൻ വേറെ ഇല്ല. എന്തായാലും അതെല്ലാം മോഹൻലാലിൻ്റെ കരിയറിലെ ബെസ്റ്റ് ടൈമാണ്. എനിക്ക് സതയത്തെക്കാട്ട് ഇഷ്ടപ്പെട്ട കിരീടമാണ്. സതയത്തിൽ കാണിക്കുന്നത് ഞാൻ അത് തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. അത് നല്ല അഭിനയമാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കിരീടം ചെങ്കോലിനേക്കാളും നല്ലതാണ്.
ചെങ്കോൽ ഒരു ഭയങ്കര നെഗറ്റീവ് മാത്രമാണ്. ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ആ സിനിമയിൽ. പക്ഷേ ബന്ധങ്ങൾ, മനുഷ്യത്വം അതെല്ലാം കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പിള്ളേർ ഇന്നത്തെ കാലത്ത് ഈ പടം ഇറങ്ങിയാൽ 2K കേസ് വരെ അയാൾ പ്രാക്ടിക്കൽ അല്ല പറയും, അങ്ങനെ പറയുള്ളൂ. അയാൾക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഒരു രക്തസാക്ഷി ആവുക അല്ലെങ്കിൽ ബലിയാടാവുന്ന പോലെ ആവുകയാണ്. അപ്പോൾ അത് ലോഹിതദാസിൻ്റെ മിക്ക സിനിമകളും അങ്ങനെയാണ്. എനിക്ക് പക്ഷേ ഈ കാലത്ത് അങ്ങനത്തെ സിനിമ വരുന്നില്ല. പിന്നെ അതിൽ നിൻ്റെ അച്ഛനാ പറയുന്ന ഡയലോഗല്ല പിന്നീട് മിമിക്രിക്കാർ പല തമാശയിൽ കണക്കാക്കിയിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം അത് വളരെ സെൻറ്റിമെൻ്റൽ സീനാണ്. ഈ സിനിമ ഒരു സായിപ്പിനോ മദാമിനോ കണ്ടാൽ മനസ്സിലാവില്ല, കാരണം ഇത് കുടുംബ ബന്ധങ്ങളാണ്. അല്ല എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ശങ്കരാടിയാണെങ്കിലും അത് ഷൂട്ട് ചെയ്തത് മോഡൽ സ്കൂളിലാണ് മോഹൻലാൽ പഠിച്ച ആ സ്ഥലം. പിന്നീട് കിരീടം പാലം എന്ന സ്ഥലമുണ്ട്, ഒരു പാലമുണ്ട്, മോഹൻലാലും പാർവതിയെല്ലാം കണ്ടുമുട്ടുന്ന. അത് കഴിഞ്ഞാൽ ആ സ്ഥലം ട്രിവാൻഡ്രത്തിലുള്ള സ്ഥലമാണ്. അത് സ്ഥലം മോഹൻലാൽ വാങ്ങിച്ചതെന്ന് പറയാം. മോഹൻലാലിൻ്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് തന്നെയാണ്. ഒരു ഫുൾ ടൈം സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്ന ഫിലിം. അപ്പോൾ അതിൽ ആദ്യം നന്നായിട്ടാണ് പോകുന്നത്, പെട്ടെന്നാണ് ട്രാജഡിയിലേക്ക് പോകുന്നത്. പക്ഷേ ചെങ്കോൽ എനിക്ക് വലിയ അത്ര ഇഷ്ടപ്പെട്ടു. പക്ഷേ ചെങ്കോൽ ക്ലൈമാക്സിൽ മോളെ പറയുന്ന ഡയലോഗ് ഉണ്ട്, അത് വളരെ ഒരു സെൽഫ്ലെസ് ആൾട്രൂസ്റ്റിക്കൽ കാര്യമാണ്. നീ നിൻ്റെ ഗതിക്കാട് ചോദിച്ചിട്ട് മകനോ പറയണ്ടേ, എൻ്റെ ഗതിയിൽ എനിക്ക് വരില്ല, നീ ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ആൾക്കാർക്ക് അന്നത്തെ യൂത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കാലത്ത് 2K കേസിന് വർക്കൗട്ട് ആവില്ല. അവർ പറയും ആ കഥാപാത്രം മണ്ടനാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ല പറയും. പക്ഷേ നമ്മുടെ ജനറേഷൻ 80s 90s അവർക്ക് ഇഷ്ടപ്പെടും. വളരെ ഹൃദയസ്പർശിയായ ഫിലിമാണ്. ഒരു അച്ഛനമ്മകൻ ബന്ധം, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കാണിക്കുന്ന മനുഷ്യത്വമുള്ള ഫിലിമാണ്. പ്ലേറ്റോ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജി ഇല്ല, അതാണ് നെഗറ്റീവ്.